ചരിത്രത്തിൽ ആദ്യമായി 90,000 കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് വീണ്ടും കൂടി. പവന് 560 രൂപ കൂടി 90,880 രൂപ എന്ന നിലയിലാണ്. ഗ്രാമിന് 70 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപയാകാൻ ഇനി അധികം സമയം വേണ്ട എന്ന രീതിയിലാണ് വില വർധന. നമുക്ക് ലേബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വർണം 90,000 എന്ന നാഴികക്കല്ലാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി 1,400 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില 90,880 രൂപയാണ്. ഒരു ഗ്രാമിന് 11,360 രൂപയും ആയിരിക്കുന്നു. ഏതായാലും സ്വർണത്തിന്റെ വില കഴിഞ്ഞ സെപ്റ്റംബർ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് 80,000 എന്നൊരു നാഴികയിലേക്ക് വന്നത്. ഒരു മാസം കൊണ്ട് ഇത്തരത്തിൽ 10,000 രൂപയുടെ വർധനയാണ് വന്നിരിക്കുന്നത്. സ്വർണത്തിന്റെ വില ഇങ്ങനെ കയറുന്നതൊക്കെ കാണുന്നില്ലേ? ആവശ്യത്തിന് വാങ്ങണമല്ല, ആവശ്യത്തിന് വാങ്ങണം. കൂടിയാലും സ്വർണ്ണവിലയൊക്കെ കൂടുന്ന ഇങ്ങനെ കുതിച്ചു പായുന്നത് കാണുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും ആശങ്കയുണ്ടോ? അതോ ഒരു നല്ല നിക്ഷേപമായിട്ട് കരുതുന്നത്? നല്ല നിക്ഷേപമായിട്ട് കരുതുന്നത്. നമ്മൾ ഈ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 90,880 എന്ന് പറയുമ്പോഴും പണിക്കൂലിയും ഒപ്പം ടാക്സും എല്ലാം ചേരുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപയോളം വരും ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇതൊരു വലിയ നിക്ഷേപം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടെന്ന് എൻ്റെ തോന്നല്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുമ്പോഴും അതിൽ അത്രയൊന്നും ആശങ്ക നിക്ഷേപമായിട്ട് കരുതുന്നവർക്കില്ല. സന്തോഷം തന്നെ. നിക്ഷേപമായിട്ട് കരുതുന്നവർക്ക് സന്തോഷമാണ്. അത് തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാട് തന്നെയാണ്. നേരത്തെ ഒരു ഇമോഷണൽ അസറ്റ് ആയിരുന്നു, ഒരു കൊമേഴ്ഷ്യൽ അസറ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇത് നിക്ഷേപമായി കണ്ട് കൂടുതലായി ഈ സമയത്ത് വില ഉയരുന്ന സമയത്തും ഇങ്ങോട്ടത്തെ സ്വർണം വാങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ വില വ്യത്യാസം തന്നെയാണ് കേരളത്തിന്റെ മാർക്കറ്റിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം എപ്പോഴും ഏത് വിശേഷ അവസരങ്ങളിലും സ്വർണം അധികമായി വാങ്ങുന്നവർ തന്നെയാണ് ഉള്ളത്. സ്വർണത്തിന്റെ വിലക്കൂടുതലൊക്കെ കേൾക്കുന്നില്ല? കിട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ച് ഇതായി. ടെൻഷനുണ്ടോ ഇങ്ങനെ കുതിച്ചുയരുമ്പോ ടെൻഷനുണ്ടോ? എന്തൊരു വിലയാ ഇത്? തീർച്ചയായിട്ടും മാഡം. ഇതിപ്പോ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? മകൾക്ക് എന്ത് വിവാഹ ആവശ്യത്തിനാണോ അതോ? അതെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു? ഏതായാലും വിവാഹ ആവശ്യത്തിനൊക്കെ സ്വർണം വാങ്ങുന്നവർക്ക് അത് വേണ്ടെന്ന് വെക്കാനാകില്ല. കാര്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിശേഷ അവസരങ്ങളിൽ, പ്രത്യേകിച്ച് കല്യാണത്തിനെല്ലാം. ഏതായാലും സ്വർണം വാങ്ങാൻ എത്തുന്നവർ അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം നിവർത്തിക്കുന്നുണ്ട്, സ്വർണം വാങ്ങുന്നുണ്ട്. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ പോളിസിയൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാക്കിയ ഒരു അനിശ്ചിതാവസ്ഥ തന്നെയാണ്. ഇത് പ്രധാനമായും സ്വർണ്ണവില ഇങ്ങനെ കുത്തനെ ഉയരാൻ കാരണം. അത് മാത്രമല്ല, ഇതിന്റെ ഒരു പരിണത ഫലം എന്ന രീതിയിൽ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ ആളുകൾ സ്വർണത്തെ കണ്ടു തുടങ്ങി. ഒരു മാസം കൊണ്ട്, കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് 80,000 എന്നുള്ള നാഴികക്കല്ലിലേക്ക് എത്തിയത്. ഒറ്റ മാസം കൊണ്ട് അത് 90,000 പിന്നിട്ടു. 90,000 എന്നുള്ള ഒരു നാഴികക്കല്ലിലേക്ക് ഇന്ന് സ്വർണത്തിന്റെ വില വന്നിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.